ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഏറ്റവും പുതിയ XUV7XOന്റെ AX7T വേരിയന്റ് ആണ്. അതായത് ടെക് വേരിയന്റ്. ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ്. ഓൾമോസ്റ്റ് ടോപ്പ് എൻഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്, എത്രയാണ് XUV7XOന്റെ പുതിയ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് കോതമംഗലത്തുള്ള മഹീന്ദ്രയുടെ ഷോറൂമാണ്. മഹീന്ദ്ര ഓട്ടോമാറ്റീവ് മാനുഫാക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് AMPLന്റെ ഷോറൂമാണ് കോതമംഗലത്തുള്ളത്. ഇനി XUVയിലേക്ക് വന്നു കഴിഞ്ഞാൽ XUV7XO ഒരു റീഡിസൈൻ ചെയ്ത് ഒരു പക്ക പ്രീമിയം ലുക്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന AX7T വേരിയന്റ് ആണ്, ടെക് വേരിയന്റ്. ടോപ്പ് എൻഡിലെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വേരിയന്റിലും മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് അപാര റോഡ് പ്രസൻസ് ആണ് ഇപ്പോൾ പുതിയ വാഹനം. ഇത് ഒരു ബ്ലാക്ക് കളർ എടുത്തു പറയേണ്ട കാര്യമാണ്. ഫ്രണ്ടിലെ ചെറിയ ചെറിയ ക്രോം ആൻഡ് സിൽവർ ഇൻസേർട്ടൊക്കെ അപാര റോഡ് പ്രസൻസ് ആണ് തരുന്നത്. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ലൈറ്റുകളെല്ലാം ഫുൾ LED യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമാണ് നമുക്ക് ആ ഒരു C ഷേപ്പിലുള്ള DRL കാണാം. ഈ ഒരു പോർഷനിൽ ഈ താഴെയായിട്ടാണ് നമുക്ക് സീക്വൻസ് ടൈപ്പിൽ ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ ഹെഡ്ലൈറ്റിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. വാഹനത്തിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ബ്രൈറ്റ് ആവുന്ന ഒരു ടെക്നോളജിയും കൂടിയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് വാഹനത്തിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അത് സെൻസ് ചെയ്തിട്ട് അതിന്റെ വെട്ടം നമുക്ക് കൂടുതൽ ലഭിക്കും. ഫ്രണ്ടിലെ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഫ്രണ്ടിലെ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അടുത്ത് മഹീന്ദ്രയുടെ വലിയ ലോഗോ. അതിന് താഴെ നമുക്ക് 360 അല്ല 640 ക്യാമറ എന്നൊക്കെയാണ് മഹീന്ദ്ര പറയുന്നത്. അതിന്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇവിടെ കാണാം. ഫ്രണ്ടിൽ ആ ഗ്രില്ലിനകത്തെല്ലാം ഒരു ബ്രഷ്ഡ് സിൽവർ ഇൻസേർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഗ്രില്ലിൽ ആ സ്ലാൻഡിങ് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അകത്ത് ഈ പോർഷൻസിൽ നമുക്ക് ആ ഒരു ലൈൻസ് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ ഐസ് ക്യൂബ് ഫോഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഫോഗ് ലൈറ്റ് ആയിട്ടും മറ്റൊന്ന് കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യാം. അതിന് താഴെ നമുക്കൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലാണ് നമ്മളുടെ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത്. 200 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു പോർഷൻ നമ്മുടെ അഡാസ് വരുന്നത് കൊണ്ട് അതിന്റെ ഒരു സെൻസേഴ്സ് കാര്യങ്ങൾ ഇവിടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഒന്നും പറയാനില്ല, ഒരു നെക്സ്റ്റ് ലെവൽ പ്രീമിയം SUV എന്ന് തന്നെ പറയേണ്ടി വരും. വശങ്ങളിലേക്ക് വന്നാൽ അല്ലെങ്കിൽ വശക്കാഴ്ചകളിൽ നമ്മളുടെ XUV7XOന്റെ സിമിലർ ലുക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഈ 7XOയുടെ ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് AX7 വേരിയന്റും AX7T വേരിയന്റിലും സെയിം അലോയ് വീൽസും സെയിം ലുക്കുമാണ്. AX7Lലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് 18 ഇഞ്ചിന് പകരം 19 ഇഞ്ച് വേറൊരു ഡിസൈനിലുള്ള അലോയ് വീൽസ് ആയിട്ട് മാറും. ബാക്കി എല്ലാ ലുക്കും സിമിലർ ആണ്. ഇനി ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൊടുത്തിരിക്കുന്നത് 235/60R18 ആണ്. AX7 L-ല് 19 ഇഞ്ച് ആവും. അതൊരു ഡയമണ്ട് കട്ട് നാളെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലാഡിങ്സ് കാര്യങ്ങളെല്ലാം വശങ്ങളിലുള്ള ക്ലാഡിങ്സ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് എന്ന് തന്നെ പറയാം. ആകെ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോ ക്രോം ആണ്. ഇത് മാത്രമാണ് നമുക്കൊരു ക്രോം ഫിനിഷിൽ വശങ്ങളിൽ കാണാനായിട്ട് പറ്റുക. മിറേഴ്സ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്നു. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമ്മളുടെ ക്യാമറയുടെ ലെൻസ് കാണാം. ആ ഇൻഡിക്കേറ്റേഴ്സിനകത്തെല്ലാം ഒരു ക്രോം ടച്ച് വരുന്നുണ്ട്. നമ്മുടെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്ക് റൂഫ് റെയിൽസ് കാണാം. റൂഫ് റെയിൽസിന്റെ ടോപ്പ് പോർഷൻ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് തന്നെ ഒരു പനോറമിക് സൺ റൂഫും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളുടെ B പില്ലറും C പില്ലറും എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റിക്കറാണ്, അത് റിമൂവ് ചെയ്തിട്ടില്ല. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അവിടെ കാണാനായിട്ട് പറ്റും. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ XUV ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ബാക്കിലെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്ത ബാക്ക് പ്രൊഫൈൽ എന്ന് പറയാം. ഇനി ബാക്കിലുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്പോയിലർ വരുന്ന രീതിയിലാണ് ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ നടുക്ക് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ സീക്വൻസ് ടൈപ്പിൽ ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യും. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. AX7T വേരിയന്റിന്റെ ബാഡ്ജിങ് കാണാം. ഇവിടെ XUV7XO എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാണാം. അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്രോം ഫിനിഷും വരുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം വാഹനം, ഒരു SUV ലുക്കൊക്കെ തരുന്ന രീതിയിലാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ മഹീന്ദ്ര ലോഗോന്റെ നേരെ താഴെ തന്നെയാണ് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നത്. അതിനോട് ചേർന്ന് ഇവിടെ ബാക്കിലെ ക്യാമറയും നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക്
ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ്. നല്ല ഹെവി ആയിട്ടാണ് അത് തോന്നുന്നത്. ഇപ്പോൾ മറ്റ് സെഗ്മെന്റിലെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടോ ടെയിൽഗേറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് എന്തോ മഹീന്ദ്ര കൊടുത്തിട്ടില്ല, മറന്നുപോയതാവാനാണ് സാധ്യത. ഇപ്പോൾ ഈ 3 റോയും നിവർത്തി വെച്ചിരിക്കുകയാണ് എങ്കിൽ ഇതിന്റെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. ചെറിയൊരു ബൂട്ടായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുക. നമുക്ക് ബാക്കിലെ സീറ്റും 50-50 ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 റോയും നിവർത്തി വെച്ചിരിക്കുകയാണ് എങ്കിൽ 240 ലിറ്റർ ആണ് ഈ ഒരു ബൂട്ടിന്റെ കപ്പാസിറ്റി പറയുന്നത്. ഇത് നമുക്ക് സിമ്പിളി 1 ഫ്ലിപ്പിൽ തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സീറ്റും നമുക്ക് ഈസിലി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് എങ്കിൽ ഇതിന്റെ ബൂട്ട് കപ്പാസിറ്റി 460 ലിറ്റർ ആയിട്ട് മാറുന്നുണ്ട്. ഈ വാഹനം നമുക്ക് 6 സീറ്റർ ഓപ്ഷനിലും 7 സീറ്റർ ഓപ്ഷനിലും അവൈലബിൾ ആണ്. ഇതിപ്പോ ഒരു 7 സീറ്റർ വേർഷൻ ആണ്. കാരണം 7 സീറ്റർ ആണ് എങ്കിൽ ഈ സെക്കൻഡ് റോയിൽ നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അങ്ങനെ 3 പേര് ഇരിക്കുകയാണെങ്കിൽ ഒരു 5 സീറ്റർ ആയിട്ടാണ് നിങ്ങൾ വാഹനം യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പേസ് എല്ലാം ലഗേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ശരിക്കും തേർഡ് റോ എന്ന് പറയുന്നത് കിഡ്സിനാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക. അഡൽട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സ്പേഷ്യസ് കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് കുറവാണ്. പിന്നെ ബാക്കിലേക്ക് നമുക്ക് ബൂട്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ തേർഡ് റോ പാസഞ്ചേഴ്സിന് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു നോബ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ടും കാണാം. അത് 2 വശത്തും നമുക്ക് AC വെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓരോ കപ്പ് ഹോൾഡേഴ്സും 2 വശത്തും കാണാനായിട്ട് പറ്റും. തേർഡ് റോ പാസഞ്ചേഴ്സിനും ഒട്ടും മുഷിപ്പ് തോന്നാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സ് അവർക്കും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം അൺലോക്ക് ആവും. ചാവി കയ്യിലുണ്ട്, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും. അതുകൊണ്ട് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഇന്റീരിയർ എന്ന് തന്നെ പറയേണ്ടി വരും. അത് നമുക്ക് നോക്കാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്കൊരു ബ്രൗൺ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റിന്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ അകത്തെ ഡോർ ഹാൻഡിൽസ് ഒരു ബ്രഷ്ഡ് പ്രീമിയം സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഹാർമൻ കാർഡന്റെ ഒരു സ്പീക്കർ ഗ്രില്ല്, അതിനകത്ത് സ്പീക്കേഴ്സിന്റെ ബാഡ്ജിങ് കാര്യങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ മാത്രം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കാണാം. പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ, പിന്നെ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഇവിടെയും നമുക്കൊരു ബ്രോൺസ് ഫിനിഷ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഒരു വൈറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ചെളിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ എല്ലാം വൈറ്റ് ലെതറി ഫിനിഷ് ആണ് വരുന്നത്. ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സീറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് 2 സീറ്റാണ് വെന്റിലേഷന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് നമുക്ക് നമ്മളുടെ ലക്ഷറി വേരിയന്റിലാണ് വെന്റിലേഷന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകൾ. സീറ്റിനും ആ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. നല്ല വലിപ്പമുള്ള ഒരു ഡെഡ് പെഡൽ നമുക്ക് അവിടെ കാണാം. ഇവിടെ നമ്മുടെ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസൈൻ കൺട്രോളിന്റെ ബട്ടൺ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ബ്രൗൺ ഫിനിഷിൽ ലെതറി ഫിനിഷ് തോന്നുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 7X കൊണ്ട് ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വെരി പ്രീമിയം ഇന്റീരിയർ ആൻഡ് ഫീച്ചർ ലോഡഡ് ഇന്റീരിയർ എന്ന് പറയേണ്ടി വരും. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് തന്നെയാണ്. 12.3 ഇഞ്ചിന്റെ 3 സ്ക്രീനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ നമ്മളുടെ ഒരു AC മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, നമ്മുടെ നാവിഗേഷൻ 360 ഒക്കെ. മറ്റൊരു സ്ക്രീൻ നമുക്ക് നമ്മളുടെ മീഡിയ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടാണ് വരുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ലൈറ്റഡ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അടുത്ത് മഹീന്ദ്രയുടെ ലോഗോ. അതിനകത്ത് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ലെതർ റാപ്പിങ്ങോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും, വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും പിന്നെ ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. കാര്യം ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ്. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. എന്തോ ഈ വേരിയന്റിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് കാണാനില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ 12.3 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല റീഡബിൾ ആയിട്ടുള്ള സ്ക്രീൻ തന്നെ കൊടുത്തിരിക്കുന്നു. DPF ലെവൽ ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് TPMS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ, സ്റ്റിയറിംഗ് വീൽ, ഈ 2 ബട്ടൺസ് ഉപയോഗിച്ചാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം. വെഹിക്കിൾ ഇൻഫോ, ഡ്രൈവർ അസിസ്റ്റ്, നാവിഗേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഫുൾ സ്ക്രീൻ നാവിഗേഷനിലേക്ക് മാറും. പിന്നെ അതിനകത്ത് നമുക്ക് സ്പീഡോമീറ്റർ കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും
12.35 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണ്. എടുത്തു പറയേണ്ട കാര്യം 16 സ്പീക്കറുള്ള ഹാർമണിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എവിടെയൊക്കെയാണ് സ്പീക്കർ വെച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 സ്പീക്കറുകൾ കാണാം. താഴെ ഒരു സ്പീക്കർ കൊടുത്തിരിക്കുന്നു, മോഡിൽ ഇവിടെ ഒരു സ്പീക്കർ കാണാം, ബാക്കിലും അതുകൊണ്ട് സ്പീക്കർ ഉണ്ട്, സബ് വൂഫർ ഉണ്ട്. അങ്ങനെ 16 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അത് സ്നാപ്ഡ്രാഗൺ SA8155 എന്ന് പറഞ്ഞ ഒരു ചിപ്പ് സെറ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 16 GB റാമും 128 GB റോമും ഉള്ള ഒരു സിസ്റ്റം. നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണ്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബ് പോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് പാട്ട് കേൾക്കാനും വേറെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് തന്നെ പറയേണ്ടി വരും. 16 സ്പീക്കറിൻ്റെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിനകത്ത് ക്യാമറ കൊടുത്തിരിക്കുന്നത് 540 ഡിഗ്രി ക്യാമറ എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. നമ്മൾ ക്യാമറ ഇങ്ങനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് വ്യൂ വേണമെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റും. ഹൈ ക്ലാരിറ്റിയിലാണ് സ്ക്രീൻ വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉള്ളതാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വിസിബിലിറ്റി കുറവ് പോലെ തോന്നിക്കുന്നത്. അതൊരു HD ക്ലാരിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ക്യാമറയിൽ തന്നെ കുറച്ചധികം ബാക്കിലെ വ്യൂ മാത്രം കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, 4 വശത്തെയും വ്യൂ കാണാൻ 3D വ്യൂവിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാ സിസ്റ്റംസും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ക്ലൈമറ്റ് കൺട്രോളിലേക്ക് പോകാം. ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന കൺട്രോൾസ് എല്ലാം നമ്മൾ പഴയ ബെൻസിലൊക്കെ കണ്ട പോലെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ടോഗിൾ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു. അതിൽ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് മാറുന്നത് കാണാം. അവിടെ നമുക്ക് കുറേ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് AC ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ടൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസ്, അതിനകത്തുള്ള ഇൻഫർമേഷൻസിലേക്ക് ടോഗിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ ഹോം ബട്ടൺ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും, അങ്ങനെ 4 ബട്ടണുകൾ അത് ടോഗിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓരോന്ന് മറ്റേ റോട്ടിൽ നിന്ന് കണ്ണെടുക്കാണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. എല്ലാം ടച്ചിൽ ഉൾപ്പെടുത്താണ്ട് ഫിസിക്കൽ ബട്ടൺ കൊടുത്തത് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞ ഡ്യുവൽ സോൺ AC കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് ഒരു സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബ്രൗൺ ഒരു പ്രീമിയം ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, നമ്മുടെ ഹസാർഡ് ലൈറ്റ്, 360 വ്യൂ, പിന്നെ ഡ്രൈവ് മോഡുകൾ. ഇതിനകത്ത് നമുക്ക് സിപ്പ്, സൂം, സാപ്പ് എന്നും പറഞ്ഞ് 4 ഡ്രൈവ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. സിപ്പ്, സാപ്പ്, സൂം, പിന്നെ കസ്റ്റം, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സിപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഇൻ്റർഫേസ് കാര്യങ്ങൾ മാറും. സൂമിലേക്ക് പോയി കഴിഞ്ഞാലും അതിൻ്റെ ഇൻ്റർഫേസ് മാറും. അത് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും ചേഞ്ച് ആവുന്നത് കാണാം. പിന്നെ ഇവിടെയെല്ലാം ഒരു ക്ലോസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കും. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്പൺ ചെയ്ത് വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാണാം. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ലിവർ, ഓട്ടോ പാർക്ക് ബ്രേക്ക് കാര്യങ്ങൾ കാണാം. പിന്നെ നമ്മൾ കാണിച്ച സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു നോബ് കാര്യങ്ങൾ, കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതാണ് കീ വരുന്നത്. നമ്മുടെ XUV EV വാഹനങ്ങളൊക്കെ കണ്ട സെയിം ഫോർമാറ്റിലുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെൻറ്റർ ആംറസ്റ്റ്, അതിനകത്ത് സ്റ്റോറേജ് സ്പേസോട് കൂടിയ സെൻറ്റർ ആംറസ്റ്റ്, കൂൾഡ് ഫീച്ചറോട് കൂടിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ്, ബോസ് മോഡിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സീറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോ ഡിമ്മിംഗ് ഉള്ള ഹൈ RVMs വരുന്നു. സൺഗ്ലാസ് ഹോൾഡർ കാണാം. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് സൺവൈസസും ടിക്കറ്റ് ഹോൾഡറും മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു വലിപ്പമുള്ള പനോറമിക് സൺറൂഫ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന് തന്നെ നമുക്കിവിടെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൺറൂഫ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ സൺറൂഫുകളാണ് വരുന്നത്. ഇനി നമുക്ക് ഗ്ലോ ബോക്സ് നോക്കാം. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോടുകൂടി ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ സെഗ്മെന്റിൽ ഒരു ഫീച്ചർ ലോഡഡ് കാർ എന്ന് തന്നെ ഈ വാഹനത്തിനെ വിളിക്കേണ്ടി വരും. ഇപ്പൊ താറിന്റെ ടോപ്പ് എൻഡ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റും കൂടി ആഡ് ഓൺ ചെയ്യാനെങ്കിൽ ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് റോന്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 80 ഡിഗ്രിയിലൊക്കെ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അകത്ത് നമുക്ക് ഒരു ബ്രോൺസ് ഫിനിഷ് കാണാം. നമ്മളുടെ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് വരുന്നത്. ഇതിനകത്ത് സൺബ്ലൈൻസ് കാര്യങ്ങളൊന്നും എന്താണെങ്കിലും കാണാനില്ല. എനിക്ക് തോന്നുന്നത് ടോപ്പ് എൻഡിലായിരിക്കും വരുന്നത്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു 65 വാട്ട്സിൻ്റെ ചാർജിങ് ഓപ്ഷൻ സീറ്റിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നു. സീറ്റ് പോക്കറ്റ്സും കാണാനായിട്ട് പറ്റും. അത് 2 സീറ്റിൻ്റെ ബാക്കിലും ആ 65 വാട്ട്സിൻ്റെ ചാർജിങ് പോർഷൻ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഇതിൽ വെന്റിലേഷൻ ഓപ്ഷൻ വരുന്നില്ല. ലക്ഷറിയിലാണ് വെന്റിലേഷൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാം. സെൻട്രൽ പാസഞ്ചറിൻ്റെ ഹെഡ് റെസ്റ്റ് ഫിക്സഡ്
ഹെഡ് റെസ്റ്റ് ആണ്, അഡ്ജസ്റ്റബിൾ അല്ല. ബാക്കി 2 പാസഞ്ചറിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. നമുക്ക് സെൻറ്റർ ടണലൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ട് ഈ സീറ്റിൽ തന്നെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ ഈ വാഹനം 7 സീറ്റർ കോൺഫിഗറേഷൻ ഇരിക്കുകയായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഒരു 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. 7 പേരുണ്ടെങ്കിൽ മാത്രം ആ സീറ്റ് യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ലഗേജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ബാക്കിലേക്ക് LED ആയിട്ട് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ട് സ്പ്രിൻ്ററുള്ള ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഹുക്ക് കാണാം. ഈ സീറ്റ് നമുക്ക് സിമ്പിളി ഇങ്ങനെ ഡോറ് തുറന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് തേർഡ് റോയിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. തേർഡ് റോ ശരിക്കും കിഡ്സിന് പറ്റുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ഇതിൻ്റെ തേർഡ് റോയിൽ വരുന്നത്. അഡൽട്ടിന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്യാനാണെങ്കിൽ ഇരിക്കാം. അത്യാവശ്യം നമ്മുടെ നീ അപ്പായിട്ടാണ് ആ സീറ്റിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നത്. XUV 7X1 സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഭാരത് എൻക്യാപ്പിൽ എന്തായാലും 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ 7 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. നീ എയർ ബാഗും കൂടിയും അഡീഷണലി 6 എയർ ബാഗ് പ്ലസ് ഒരെണ്ണം കൂടുതൽ, അപ്പോൾ നീ എയർ ബാഗും കൂടി അഡീഷണലി വരുന്നുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇപ്പോൾ നമ്മളുടെ അഡാസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, TPMS, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളിൽ കാണുന്നതിനേക്കാളും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, ഒരു പെട്രോളും ഒരു ഡീസലും. പെട്രോളിലേക്ക് വന്നാൽ 2 ലിറ്റർ M സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനാണ്. 200 HP ആണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന പവർ. 350 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. നല്ല രസമാണ് ഓടിക്കാൻ, ഒന്നും പറയാനില്ല. 200 HP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ പവർ. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാലും 2.2 ലിറ്റർ MHOC ഡീസൽ എഞ്ചിനാണ്. 185 HP പവറും 420 Nm ടോർക്കുമാണ്. അത് ഓട്ടോമാറ്റിക്കിലേക്ക് പോയിക്കാൻ 450 Nm ടോർക്ക്. ഓട്ടോമാറ്റിക് അല്ല, നമുക്ക് ഓൾ വീൽ ഡ്രൈവിലേക്ക് 450 Nm ടോർക്കുമാണ് വരുന്നത്. കാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പറന്നു പോകുന്ന ഒരു എഞ്ചിൻ എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. അതാണ് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻ വരുന്നത്. ഇതിനകത്ത് ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് 2 വേരിയൻറ്റുകളും മാത്രമാണ് ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് കുറേ വേരിയൻറ്റുകൾ വരുന്നുണ്ട്. വേരിയൻറ്റുകൾ ശരിക്കും നോക്കുകയാണെങ്കിൽ AX എന്ന് പറഞ്ഞ ബേസ് വേരിയൻറ്റ്, പിന്നെ AX3, AX5, AX7. 7ൽ തന്നെ പിന്നെ AX7T നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റ്, പിന്നെ AX7L ആണ് ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഇതിൽ തന്നെ നമുക്ക് 6 സീറ്റ് കോൺഫിഗറേഷനും 7 സീറ്റ് കോൺഫിഗറേഷനും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ആസ് യൂഷ്വൽ ഈ 7 സീറ്റർ കോൺഫിഗറേഷൻ ആയിരിക്കും. കാര്യം അതാവുമ്പോൾ ഈ സെക്കൻഡ് റോയിൽ നമുക്ക് 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. തേർഡ് റോ നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാൻ, അല്ലെങ്കിൽ വല്ലപ്പോഴും 7 പേരുണ്ടെങ്കിൽ അതൊരു സീറ്റിംഗ് പൊസിഷനായിട്ടോ അല്ലെങ്കിൽ കിഡ്സിനോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഈ ഒരു 7 സീറ്റർ വേർഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള പ്രൈസ് ഈ 7 സീറ്റർ ഓപ്ഷൻ്റെയാണ്. പിന്നെ AX7 വേരിയൻറ്റുകളിൽ നമുക്ക് ഒരു 20,000 ഒക്കെ അഡീഷണൽ പേ ചെയ്യുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് ഡീസൽ വേരിയൻറ്റ്, അതായത് AX ഡീസൽ വേരിയൻറ്റിന് ഷോറൂം പ്രൈസ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് 14,96,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 18,32,000 രൂപയാണ്. പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോൾ ബേസ് വേരിയൻറ്റിന് ഇൻട്രൊഡക്ഷൻ പ്രൈസ് ഷോറൂം പ്രൈസ് 13,66,000 രൂപ. ഓൺ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 16,75,000 രൂപ. താറിൻ്റെ ബേസ് വേരിയൻറ്റിന് തൊട്ട് മുകളിലുള്ള MX3 വേരിയൻറ്റിന് സിമിലർ പ്രൈസാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ താറിൻ്റെ ടോപ്പ് എൻഡ് എടുക്കുന്നവർക്ക് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് കിട്ടും ആ സെയിം പ്രൈസിന്. അതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് മഹീന്ദ്ര പിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് വേരിയൻ്റ് AX3യിലേക്ക് പോവുകയാണെങ്കിൽ ഈ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ AX3 പെട്രോൾ മാനുവലിന് 19,90,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 21,67,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി അതിൻ്റെ ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവലിന് 20,48,000 രൂപയും ഓട്ടോമാറ്റിക് 22,25,000 രൂപയാണ് പ്രൈസ്. ഇനി AX5 വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ AX5 ആണ് ശരിക്കും തേർഡ് വേരിയൻ്റ് എന്ന് പറയാം. ഒരു വാല്യൂ ഫോർ മണി ഫീച്ചർ ലോഡഡ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ AX5 വേരിയൻറ്റിനെ വിളിക്കാം.
അതിൻ്റെ പെട്രോൾ മാനുവൽ 21,73,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക് 23,50,000 രൂപയും. ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവലിന് 22,31,000 രൂപയും ഓട്ടോമാറ്റിക് 24,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പിന്നെ അടുത്ത വേരിയന്റ് എന്ന് പറഞ്ഞാൽ AX7 വേരിയന്റ് ആണ്. ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും നമുക്ക് തരുന്ന ഒരു വേരിയന്റ് ആണ് AX7 വേരിയന്റ്. AX7 വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വാഹനം നമുക്ക് പെട്രോൾ മാനുവൽ 22,90,000 രൂപയ്ക്കും പെട്രോൾ ഓട്ടോമാറ്റിക് 24,67,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ 23,48,000 രൂപയും ഓട്ടോമാറ്റിക് 26,27,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന AX7T വേരിയന്റ്. ഇതിൽ പെട്രോളിൽ മാനുവൽ വരുന്നില്ല, ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. ആ വാഹനത്തിന് 28,25,000 രൂപ. ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ 27,53,000 രൂപയും ഓട്ടോമാറ്റിക് 29,37,000 രൂപ. ഈ വേരിയന്റിൽ അതായത് AX7T വേരിയന്റിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 30,31,000 രൂപ. ഇനി ടോപ്പ് എൻഡ് AX7L ആണ്. അതിന്റെ പ്രൈസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് 30 lakhs എബോവ് ഒക്കെ പോകുന്നുണ്ട് ആ വാഹനത്തിന്റെ പ്രൈസ്. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതാണ് ഇതിന്റെ ബെസ്റ്റ് വേരിയന്റ്. ഇനിയിപ്പോൾ AX7L പോയി കഴിഞ്ഞാൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിലാണെങ്കിൽ നമുക്കൊരു 90 ഇഞ്ച് വീൽസ് വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ വെന്റിലേറ്റർ ഓപ്ഷൻ വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് അതിനകത്ത് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഈ വേരിയന്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ AX7 നമുക്ക് അഡാസ് അവൈലബിൾ അല്ല. ഇതിനകത്താണ് പ്ലസ് അഡാസിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മഹീന്ദ്ര റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോതമംഗലത്തുള്ള മഹീന്ദ്ര ഷോറൂമിൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മഹീന്ദ്രയുടെ XUV 7X ഒന്നല്ല, ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.